സ്വാമി ശരണമയ്യപ്പ. ഞാൻ തെക്കേടത്തുമന എൻ വിഷ്ണു നമ്പൂതിരി. ശബരിമല ധർമ്മശാസ്താവിൻ്റെ പാദസേവനായി 2008-2009 കാലഘട്ടത്തിൽ ആ സവിധത്തിൽ പുറപ്പെടാ ശാന്തിയായി മേൽശാന്തി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. സജ്ജനങ്ങളെ, ഈ നേരം ചാനലിൽ ആധ്യാത്മികമായ അനവധി കാര്യങ്ങൾ സംവദിക്കുന്ന ഒരു പ്രത്യേകതയാണ്. നമുക്ക് അതിലൂടെയെല്ലാം അനവധി ആധ്യാത്മിക കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ട്. വീണ്ടും ഈ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അനവധി പ്രേക്ഷകർ, അഭ്യുദയകാംക്ഷികൾ ഒരുപാട് സംശയങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളുമെല്ലാം എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. അത് ചില വ്യക്തികൾ ചോദിച്ച ചില സംശയങ്ങൾക്ക് മറുപടി എന്നോണം ഇന്ന് ഇവിടെ ഞാൻ സംവദിക്കുന്ന വിഷയം സൂക്തങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, വേദഭാഗങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള മന്ത്രങ്ങൾ കൊണ്ടാണ് ഈശ്വര പൂജ ഓരോരുത്തരും നടത്തുന്നത്. താന്ത്രിക വിധാനം അനുസരിച്ച് നടത്തപ്പെടുമ്പോൾ അതിൽ നിഷ്കർഷിച്ചിട്ടുള്ള ഓരോ സൂക്തങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അതിലെടുത്തു പറയേണ്ട ഒരു സൂക്തമാണ് വേദഭാഗമായ സംവാദ സൂക്തം അഥവാ ഐക്യമത്യ സൂക്തം. മറ്റുള്ള സൂക്തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മാനവരാശിയിലെ ഐക്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ഐക്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ലോകത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി, അതോടൊപ്പം തന്നെ സർവ്വ ഐശ്വര്യത്തിന് വേണ്ടി അവരവരുടെ എല്ലാ സൗഭാഗ്യങ്ങളും സർവ്വ ഐക്യത്തോടെ സമത്വമായി രൂപീകൃതമാകുന്നതിന്, അത് സാധിച്ചു കിട്ടുന്നതിന്, അത് നിലനിന്ന് പോകുന്നതിന് വളരെയധികം പ്രാധാന്യമുള്ള സവിശേഷതയുള്ള ഒരു മന്ത്രമാണ് സംവാദ സൂക്തം. ഈ സൂക്തം കൊണ്ട് മിക്കവാറും എല്ലാ ദേവന്മാർക്കും പുഷ്പാഞ്ജലിയോ അർച്ചനയോ ഒക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ സൂക്തങ്ങൾ ദിനചര്യയായി ജപിക്കുന്ന ധാരാളം വിശ്വാസികളുമുണ്ട്. ഏത് പൂജയ്ക്കും ഏത് ഹോമാദികൾക്കുമെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചില ആചാര്യന്മാർ ഈ സംവാദ സൂക്തം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവരുടെ കർമ്മത്തിലേക്ക് ആരംഭം കുറിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ്. ഈ സംവാദ സൂക്തം ഭാഗ്യസൂക്തം, പുരുഷസൂക്തം, ശ്രീസൂക്തം, നാരായണ സൂക്തം എന്നെല്ലാം പറയുന്നത് പോലെ അത്രത്തോളം ജപിക്കുന്നതിന് ബുദ്ധിമുട്ട് കുറവുള്ള ഒരു സൂക്തം കൂടിയാണ് ഈ സംവാദ സൂക്തം. ഇതിനെ തന്നെ ഐക്യമത്യ സൂക്തം എന്നും പറഞ്ഞു കേൾക്കാറുണ്ട്. കുടുംബ ഐശ്വര്യത്തിനും ഐക്യത്തിനും എല്ലാം വേണ്ടി ഇത് ജപിച്ചു പോരുന്നു, അല്ലെങ്കിൽ ഇതിലൂടെയുള്ള പുഷ്പാഞ്ജലികൾ നടത്തുന്നു എന്നെല്ലാം ഇതിന് പ്രത്യേകതകളുകൊണ്ടാണ് ഇതിനെ ഐക്യമത്യ സൂക്തം എന്നുകൂടി നാമകരണം ചെയ്തിട്ടുള്ളത്. അക്ഷരത്തെറ്റില്ലാതെ ഒരുപക്ഷെ ഒന്നിലധികം പ്രാവശ്യം ഇത് വിശ്വാസത്തോടെയും ഭക്തിയോടെയും ശ്രദ്ധയോടും കൂടി ജപിച്ചാൽ അതിൻ്റേതായ ശ്രേയസ്സും ഐശ്വര്യവും സർവകാര്യ സിദ്ധിയും സർവവിഘ്ന നിവാരണവും സർവ ഐക്യവും സമാധാനവും എല്ലാം നമുക്ക് ലഭിക്കും എന്നുള്ളത് അനുഭവസ്ഥർ കൈമാറിയിട്ടുള്ള ഒരു വിശ്വാസിതമായ സന്ദേശം കൂടിയാണ്. ഓം സംസമുദ്ദിവസേ വൃഷന്നഗ്നേ വിശ്വാനര്യാ ഇളസ്പദേ സമുദ്ധ്യസേ സനോവശൂന്യാഭര സംഗച്ഛത്വം സംവദത്വം സമ്മോ മനാസി ജാനതാ ദേവാഭാഗം യഥാ പൂർവേ സജ്ഞാനാനാം ഉപാസതേ സമാനോ മന്ത്രസമിതി സമാനീ സമാനം മനസ്സഹചിത്തമേഷാ സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന വോ ഹവിഷാ ജുഹോമി സമാനീ വാകൂതി സമാനാ ഹൃദയാനുവാ
സമാനമസ്തുവോ മനോ യഥാവസ്തു സഹാസരീ. അതോടൊപ്പം തന്നെ ഐക്യമത്യം ഭവേദേശാം ബ്രാഹ്മണാനാം മനീഷണ നിർവൈരാതജായേത സംവാദാഗ്നി പ്രസീദുതു എന്നൂടായി കഴിയുമ്പോൾ ഇത് പൂർണ്ണമാകുന്നു എന്നുള്ളതാണ്. ഈ മഹാമന്ത്രത്തെ, ഈ സൂക്തത്തെ അനവധി പ്രാവശ്യം ജപിക്കുന്നത് വളരെ ശ്രേയസ്കരമായിട്ട് വിശ്വസിച്ചു പോരുന്നു. ഇതുകൊണ്ട് പുഷ്പാഞ്ജലികൾ, ഇതുകൊണ്ട് ഒരുപക്ഷെ ഗണപതി ഹോമം ഇത്യാദി ഹോമങ്ങൾ നടക്കുമ്പോൾ അനവധി പ്രാവശ്യമുള്ള ഹോമങ്ങളിലെ ആജ്യാഹുതികൾ, ഇതെല്ലാം ഇന്നും ചെയ്തു വരുന്നു. അങ്ങേയറ്റം ശ്രേയസ്കരവും ഐശ്വര്യദായകവുമായ ഈ മഹാമന്ത്രം ഓരോ വിശ്വാസികൾക്കും ഭക്തനും അങ്ങേയറ്റം പ്രയോജനകരമായിരിക്കും എന്നുള്ളതുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. ഭക്തജനങ്ങൾക്ക് സർവൈശ്വര്യവും സർവൈക്യവും നിലനിൽക്കുന്നതിനായി ഇങ്ങനെയുള്ള സൂക്തജപങ്ങളിലൂടെയും സൂക്താലാപനങ്ങളിലൂടെയും എല്ലാം കലിയുഗത്തിൽ അങ്ങേയറ്റം ഭക്തിയും വിശ്വാസവും ഉൾക്കൊള്ളുന്ന ഒരു കാലഘട്ടം സൃഷ്ടിക്കുവാൻ സാധിക്കും. നമുക്കറിയാം, ആചാര്യന്മാർ, ഋഷീശ്വരന്മാർ ഈ ഭാരത സംസ്കൃതിയിൽ നമുക്ക് നൽകിയിട്ടുള്ള ഇതേപോലെയുള്ള വേദഭാഗങ്ങളും വേദജപങ്ങളും എല്ലാം തന്നെയാണ് ഇന്ന് ലോകത്തിന് മുഴുവൻ മാതൃകയായി ഭാരതത്തെ കെട്ടിപ്പടുക്കുവാൻ, ഭാരതത്തെ മനസ്സിലാക്കി കൊടുക്കുവാൻ, ലോകസമാധാനത്തിൻ്റെ ഒരു മാതൃകയായി എല്ലാ ജനങ്ങൾക്കും സർവൈശ്വര്യങ്ങളും നിലനിന്ന് അങ്ങേയറ്റം ഐക്യത്തോടെയും ധൈര്യത്തോടെയും ജീവിക്കുവാൻ, ഓരോ കാലഘട്ടത്തിലും അവന് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്യുവാൻ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ള ഈ വേദഭാഗങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഹൃദയസ്ഥമാക്കുന്നത് അങ്ങേയറ്റം നന്നായിരിക്കും എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ഭക്തജനങ്ങളെ, എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ആചാര്യന്മാർ അനവധി സൂക്തങ്ങൾ ഈശ്വര ആരാധനയ്ക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. ഈ സൂക്തങ്ങളെല്ലാം നമുക്കറിയാം, ആ പ്രപഞ്ചസ്വരൂപനായിരിക്കുന്ന ഈശ്വരനെ സ്തുതിക്കുവാൻ വേണ്ടി, ആ വിശ്വാസപൂർവം ആ സമക്ഷത്ത് നമ്മൾ പ്രാർത്ഥനാനിരതരായിട്ട് അവർക്ക് സമർപ്പിക്കുവാൻ, അർച്ചിക്കുവാൻ, പുഷ്പാഞ്ജലിയിലൂടെ ആണെങ്കിലും ഒരുപക്ഷെ അർച്ചന എന്നുള്ള നാമധേയത്തിൽ അറിയപ്പെടുന്ന കർമ്മങ്ങളിലൂടെ ആണെങ്കിലും, ഹവനാദികൾ അല്ലെങ്കിൽ ഹോമങ്ങൾ അതിലൂടെ ആണെങ്കിലും, ഒരുപക്ഷെ ഇതൊന്നുമല്ലെങ്കിലും ധ്യാനങ്ങളിലൂടെ ആണെങ്കിലും ഈ സൂക്തങ്ങൾ എല്ലാം ആത്മസമർപ്പണം ചെയ്യുന്നത് അതിവിശേഷമാണ്. നമുക്കറിയാം, അങ്ങേറ്റം പ്രചാരത്തിലിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന, മനസ്സിലാക്കിയിട്ടുള്ള പുരുഷസൂക്തം, സ്ത്രീ സൂക്തം. പുരുഷസൂക്തം സാക്ഷാൽ വൈകുണ്ഠപുരേശനായ എന്ന സഹസ്രശീർഷനായ ആ മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നതാണ്. സ്ത്രീ സൂക്തം ശ്രീ, അതായത് ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയെ സ്തുതിക്കുന്നതാണ്. നാരായണ സൂക്തം ആ മഹാപ്രഭുവായ നാരായണസ്വാമിയെ സ്തുതിക്കുന്നതാണ്. അതേപോലെ ഭാഗ്യദായകനായ ആ ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗ്യസൂക്തം. അതുപോലെ തന്നെയാണ് സംവാര സൂക്തം, സമസ്ത ഐക്യത്തിനായി, കുടുംബത്തിൻ്റെ സർവശ്രേയസ്സിനായി. ഐക്യമാണല്ലോ ഏതൊരു ഐശ്വര്യത്തിൻ്റെയും പ്രധാനം. കുടുംബത്തിൻ്റെ ഐക്യം തന്നെയാണ് കുടുംബത്തിലെ ഐശ്വര്യം. അവിടെ പണമുണ്ടെങ്കിലും പ്രശസ്തി ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഐക്യമില്ലെങ്കിൽ അതിന് പ്രസക്തിയില്ല എന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഐക്യത്തോടുകൂടി നിലനിന്ന് പോകുന്നതിന് വേണ്ടി ഭഗവാനെ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് സമസ്ത ഐക്യത്തോടും ഞങ്ങൾക്ക് കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്തോത്രമാണ്, ഈ സ്തുതിഗീതമാണ് ഈ സംവാദ സൂക്തം. അങ്ങനെ അനവധി സൂക്തങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ദേവാദിദേവന്മാരായ ഈശ്വര സങ്കല്പത്തിൽ സമർപ്പിക്കപ്പെടുന്ന ഈ സൂക്തങ്ങൾ, അതിനൊരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്തിയും ശ്രദ്ധയും ഇതിന് അനിവാര്യമാണ്. ഭക്തിയോടുകൂടി ഇത് ജപിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം പൂർണ്ണമായി ലഭിക്കും എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, ഇങ്ങനെയുള്ള മന്ത്രങ്ങളും ശ്രുതിഗീതങ്ങളുമെല്ലാം ആദ്യം നമുക്ക് വേണ്ടത് അതിലോട്ടുള്ള വിശ്വാസമാണ്. വിശ്വാസമോട് അർത്ഥിക്കുമ്പോഴാണ് അതിന് പൂർണ്ണത ലഭിക്കുക. വിശ്വാസമില്ലാതെ നമ്മളൊരു കഥയായിട്ടോ ഒരു കവിതയായിട്ടോ ഇത് ചൊല്ലിയാൽ അതിൽ നിന്ന് ആധ്യാത്മികമായ ഒരു പ്രസക്തിയും അതിൽ നിന്ന് പ്രതീക്ഷിക്കാതിരിക്കുന്നതും നല്ലതാണ്. അങ്ങനെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഈ അനവധി സൂക്തങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാണ് നമ്മളുടെ ഈ ഹൈന്ദവ ധർമ്മം അല്ലെങ്കിൽ ഹൈന്ദവ ആരാധന എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അങ്ങനെയുള്ള ഒരു സൂക്തമാണ് സംവാര സൂക്തം. അതിനെക്കുറിച്ച് ഇന്ന് കുറച്ച്
ഭക്തജനങ്ങളോട് സംവദിക്കാനാണ് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നത്. എല്ലാവർക്കും ഭക്തിപരമായ ഒരു ജീവിതം, ആത്മീയമായ ഒരു സായുജ്യം നേടുവാൻ, ഭക്തിപരമായ ഒരു ജീവിതം എല്ലാവർക്കും ലഭിക്കുവാൻ ഋഷിതുല്യരായ നമ്മുടെ പൂർവികരായ ആചാര്യന്മാർ നമുക്ക് നൽകിയിട്ടുള്ള ഈ വേദങ്ങളും വേദഭാഗങ്ങളുമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസപൂർവ്വം ജപിച്ച് സർവൈശ്വര്യങ്ങൾക്കും പാത്രീഭൂതരാകുവാൻ, ഓരോ കുടുംബത്തിനും സർവൈക്യങ്ങൾ നേരിടുവാൻ, സഹോദര്യ സ്നേഹം വളർത്തുവാൻ, ലോകജനത്തിന് മാതൃകയായി എന്നും ഭാരതം നിലകൊള്ളുവാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ അടുത്തൊരു വിഷയമായി നമുക്ക് സംവദിക്കാം. സ്വാമിയെ ശരണമയ്യപ്പ.